ഹലോ മച്ചാമരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അതുൽ രാജ്. സിനിമ അടിച്ച് ഡബിലേക്ക് ഏവർക്കും സ്വാഗതം. മച്ചാമരെ, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. അതായത് എന്നെങ്ങനെ പറയാ, ഇത് ഈ സിനിമ ഞാൻ സത്യം പറഞ്ഞ ട്രെയിലർ, ഈ സ്പൈഡർമാന്റെ അവസാനം വന്ന സിനിമകളുടെ ട്രെയിലർ ആണെങ്കിലും സിനിമയാണെങ്കിലും ഭയങ്കര ഒരു മടുപ്പ്. അതായത് നമ്മള് കാണുന്ന ഒരു പ്രശ്നം പണ്ടത്തെ ആദ്യം ഇറങ്ങിയ ആദ്യം കാലഘട്ടത്തിൽ ഇറങ്ങിയ സ്പൈഡർമാന്റെ മൂവീസ് ഒക്കെ വെച്ച് നോക്കുമ്പോ ഒരു പിന്നെയും അതായത് നമ്മളന്ന് സത്യം പറഞ്ഞ ഇത് മനസ്സിലാകണം പോലെ, പക്ഷെ അത് കാണാനായിട്ടാണെങ്കിൽ ഇങ്ങനെ അവസാനം വരെ ഫുള്ളിരുന്ന് കാണുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ സമ്മാനിക്കുന്ന മൂവിയാണ് ആദ്യ കാലഘട്ടത്തിൽ സ്പൈഡർമാൻ മൂവി സീരീസുകളി. അത് ആദ്യത്തെ ഇറങ്ങിയ 3 പാട്ടൊക്കെ, അത് കഴിഞ്ഞിറങ്ങിയ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അതൊക്കെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് പോലും അറിയാൻ മേല. പക്ഷെ അതുപോലത്തെ മൂവീസ് ഒക്കെ എന്ന് പറയുന്നത് അന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ചോദിക്കുമ്പോൾ ഇതുപോലെ ഇനി ഇറങ്ങില്ലേ എന്നുള്ള ഒരു ചിന്താഗതി ഇങ്ങനെയൊക്കെ വന്ന് കുറെ നാൾക്ക് ശേഷം നല്ലൊരു സ്പൈഡർമാന്റെ മൂവി കണ്ട ഒരു സന്തോഷമുണ്ട്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചു, ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും പടം അല്ലെങ്കിൽ സ്പൈഡർമാന്റെ മൂവി സീരീസ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഇറങ്ങിയ 2 സിനിമകളെ ഞാൻ ഏകദേശം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ കണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കണക്ഷൻ ഇതുമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മിസ്സാകരുത് എന്നുള്ള ഇതിൽ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, അത് സിനിമയായിട്ട് കാണാതിരുന്നില്ല, ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് മാത്രമായിട്ട് കണ്ടത്. പക്ഷെ ഇത് ഇത് രക്ഷയില്ല. ഇത് നമ്മളെ പണ്ട് കാലത്ത് പണ്ടത്തെ ആദ്യത്തെ സ്പൈഡർമാൻ ഉണ്ടല്ലോ, അതേ ആ ഒരു സ്പൈഡർമാന്റെ മൂവി കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞ ഇത് കണ്ടപ്പോ തോന്നിയ. മെയിൻ ആയിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇത് കാണാൻ കയറിയ തന്നെ ട്രെയിലറിന്റെ അകത്ത് കാണിച്ചിരുന്ന ഹൾക്കിന്റെ പഴയ നമ്മൾ ഈ നോർമലി കണ്ടൊരു കിളവനായിട്ടുള്ളത്, അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ടൈപ്പുള്ള ഹൾക്കിനെയൊക്കെയാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഹൾക്കിന്റെ മൂവീസ് ആണെങ്കിൽ എല്ലാം കണ്ടിരിക്കുന്നത്. അതിനകത്ത് കണ്ടിരിക്കുന്നത് ആ ക്യാരക്ടർ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. പണ്ടത്തെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഹൾക്കിനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇതില് കുറച്ചു നേരം ഉണ്ടെങ്കിലും മോനെ ഒരു രക്ഷ. തിയേറ്ററി അത് പൊളിപ്പനായിരുന്നു. അതെ, ചൂടി ആ ക്രൗഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിപ്പോയി ആ സീൻ കാണാനായിട്ട്. നല്ല കിടില, എന്താ ഒരു റോമാഞ്ചിഫിക്കേഷൻ ഫീൽ എന്ന് പറയില്ല, ആ ഒരു ടൈപ്പ് ഒരു എക്സ്പീരിയൻസ് ആണ് ഹൾക്കിനെ കുറെ നാൾക്ക് ശേഷം ആ ഒരു പവർഫുൾ ആയിട്ട് തന്നെ കാണാൻ പറ്റി. ഇതിന് മുമ്പിറങ്ങിയ സ്പൈഡർമാന്റെ മൂവീസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് സത്യം പറഞ്ഞ ഒരു ഇടച്ചിൽ ലാഗ് അനുഭവം തോന്നിക്കുന്ന രീതിയിലാണ് മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. താൻ ആരാണെന്ന് ബിൽഡ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരു സ്പൈഡർമാനൊക്കെയാണ് ഇതിനു മുമ്പിറങ്ങിയ പാർട്ടിലൊക്കെ കാണിച്ചിരിക്കും. പക്ഷെ ഇതിന്റെ അകത്ത് മോനെ നമ്മള് ആ പണ്ട് സമയത്ത് കണ്ട ആ ഒരു സ്പൈഡർമാൻ, അത് ഒരു സീനിൽ വന്ന് നിൽക്കണ ഫ്രെയിം ആണെങ്കിൽ അതിൽ വന്ന് രോമാഞ്ചിഫിക്കേഷൻ ഫീൽ. അതില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ചാച്ചി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ പല ഒരു കിടില ഒരു മൂവിയാണ് അത്. നമ്മുടെ മാർവലിന്റെ യൂണിവേഴ്സ് വരുന്ന ടൈപ്പ് ഒരു മൂവിയും കൂടിയാണ് അത്. ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ് ഇതിന്റെ ഡയറക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ടോം ഹോളണ്ടിന്റെ അഭിനയം, പിന്നെ വൈറ്റ്. ഇത് ഒരു കംബാക്ക് അടിച്ചെന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം പറയാ ഒരു സ്പൈഡർമാന്റെ പടം വെച്ച് തന്നെ മാർവലിന്റെ ഒരു കിടിലൻ കംബാക്ക് എന്നൊക്കെ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയത്. ഇതിനി എങ്ങനെ പറയണത്, ഇനി പറഞ്ഞാൽ ഇനി സ്പോയിലറാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ എന്താ പറയാ, കിടിലൻ എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. അത് പറ്റുമെങ്കിൽ നമ്മളെ പണ്ടത്തെ 90s ഓഡിയൻസ് ആണെങ്കിലും അവർക്ക് എല്ലാവർക്കും പണ്ടത്തെ, അതായത് ആ ഒരു വൈബിലേക്ക് നമ്മള് കണക്ട് ആവുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് പടം മേക്ക് ചെയ്ത് പോയിരിക്കുന്നത്. നമ്മുടെ ആ പണ്ടത്തെ സ്പൈഡർമാന്റെ തന്നെ മേക്കിംഗ് രീതി അല്ലെങ്കിൽ ആ ഒരു കഥാ പശ്ചാത്തലം ആണ് ഫുള്ളും വന്നത്. ഇമോഷൻ സീൻ ആണെങ്കിൽ ആ ഇമോഷൻ സീൻ നമുക്ക് അതുപോലെ തന്നെ ഫീൽ ആവുന്ന തരത്തിലും, പിന്നെ മാസ് ഫൈറ്റ് എല്ലാം പൊളിയായിട്ട് തന്നെ എഴുതിയാണ്. പിന്നെ എന്നാ പറയാ, ഇത് 3D ആണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞ. വേറൊന്നല്ല, ഞാൻ തിയേറ്ററിൽ പടം കാണാൻ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ 3Dയുടെ ഈ നമ്മൾ തന്ന ഗ്ലാസിന്റെ ഒരു സൈഡ് ഒരുമാതിരി ഫുള്ള് ഡാർക്കായിട്ട് ഒരു സൈഡ് ലൈറ്റ് ആയിട്ടും കാണുന്നു. ഞാൻ ഇതൊന്നും എനിക്ക് മാത്രമല്ല, ഞാൻ ഇത് മാറാന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി മാറാൻ ചെന്നപ്പോ ഒട്ടുമിക്ക പേരും വന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് അത് രണ്ടാമത് കിട്ടിയ സാധനം എടുത്ത് ഞാൻ വെച്ച് നോക്കിയിട്ട് പിന്നെ കറക്റ്റ് ആവുന്നില്ല. രണ്ടിത് സെപ്പറേറ്റ് രണ്ട് ഇതായിട്ട് കാണണം.
3-4 തവണ അങ്ങോട്ട് നോക്കിയിട്ടാണ് കിട്ടിയ അവസാനം നല്ലൊരു ക്ലാസ്. അതെനിക്ക് ശരിക്കും ഇത് നേരത്തെ പോയോണ്ട് മാത്രം എങ്ങനെ താമസിച്ചങ്ങനാണ് പോയതെങ്കിൽ അതും വെച്ചിരുന്ന് കാണേണ്ടി വന്നേനെ. പിന്നെ അത് ഇച്ചിരി ദേഷ്യം വന്ന കാര്യമായി. അത് പടം കാണാൻ ഇച്ചിരി 15 മിനിറ്റ് നേരത്തെ എന്നിട്ടും എനിക്ക് ആ തുടക്കം കുറച്ച് ഭാഗം മിസ്സായി പോകുന്നൊരു ഡൗട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് അകത്താട് കയറിയപ്പോഴത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കറക്റ്റ് ആണേന്ന് പറഞ്ഞു. അത് മാത്രമേ നിരാശ ഉണ്ടാകുന്നുള്ളൂ. പടം കാണാൻ ഭയങ്കര ഇത് കാണണം എന്നുള്ള മൈൻഡ് വെച്ച് വന്നിട്ട് ഒരുമാതിരി വല്ലാത്തൊരു അവസ്ഥയൊക്കെ കളഞ്ഞു. പടം എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരിക്കണം. എല്ലാരും പോയി കണ്ടുപോകുക.